ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ യു.ഡി.എഫിന് ഉറച്ച വിജയപ്രതീക്ഷയാണുള്ളതെന്ന് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകും. കൊച്ചി-മൂന്നാർ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അസൂയ കൊണ്ടുള്ള ദുഷ്പ്രചരണമാണ് LDF നടത്തുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. ഇടുക്കി ലോക്സഭാ മണ്ഡലം UDF നിലനിർത്തുമെന്ന് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷവും ജനങ്ങൾക്കൊപ്പം നിന്നാണ് പ്രവർത്തിച്ചത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പാർലമെന്റിന് അകത്തും പുറത്തും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്താണ് വീണ്ടും ഒരിക്കൽ കൂടി വോട്ട് ചോദിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങളോടൊത്ത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ള നിലയിൽ ഇപ്പോൾ വന്യജീവി പ്രശ്നമാണെങ്കിലും അതോടൊപ്പം പൊതുവായ മറ്റ് കാര്യങ്ങളിൽ ഉൾപ്പെടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങളിലെല്ലാം ഉറച്ച നിലപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാൻ സാധിച്ചു. പൗരത്വ ഭേദഗതി നിയമം സർക്കാർ പാസ്സാക്കിയപ്പോൾ അതിനെതിരായി പാർലമെൻറ്റിനുള്ളിലും പുറത്തും ശക്തമായ ഇടപെടൽ നടത്തി മുൻപോട്ട് പോകാൻ കഴിഞ്ഞു. ഈ കോതമംഗലത്തുൾപ്പെടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി വലിയ പദയാത്ര സംഘടിപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ അവസരം പ്രത്യേകമായി സ്മരിക്കുകയാണ്. വികസന കാര്യങ്ങളിൽ ഒരുപിടി കാര്യങ്ങളുമായി മുൻപോട്ട് പോകാൻ കഴിഞ്ഞു. റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ ദേശീയപാത വികസന രംഗത്ത് അഭൂതപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ബൈപ്പാസ് 30 വർഷക്കാലമായി മുടങ്ങിക്കിടന്ന ബൈപ്പാസിന് അനുമതി ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള പദ്ധതികളും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. നേര്യമംഗലത്ത് പുതിയ പാലം അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതായ പശ്ചാത്തലം ഒരുക്കപ്പെടുന്നു. കൊച്ചി-മൂന്നാർ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് LDF നടത്തുന്നത് അസൂയ കൊണ്ടുള്ള ദുഷ്പ്രചരണമാണ്. വലിയ വികസനമാണ് ഇപ്പോൾ നടക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം LDF നടത്തുന്നത്. കൊച്ചി-മൂന്നാർ ദേശീയപാത വികസനം അതൊരു വികസന പദ്ധതി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ 10 മീറ്റർ വീതിയിൽ അതിൻ്റെ റോഡ് വികസനം യാഥാർത്ഥ്യമാകും. അത് പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം MP എന്നുള്ള നിലയിൽ, ഇപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അനാവശ്യമായ ദുഷ്പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. ഒരു തരം കണ്ണീടിയാണ്, അസൂയയുടെ പേരിൽ ഉണ്ടാകുന്നതാണ്. അതല്ലാതെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിർമ്മാണ പ്രവർത്തനം അതിൻ്റേതായ നിലയിൽ പൂർത്തീകരിക്കപ്പെടും. സമയബന്ധിതമായി തന്നെ ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടും. ഇപ്പോൾ നേര്യമംഗലത്ത് പുതിയൊരു പാലം ഉണ്ടാകുന്നു. 96 വർഷത്തിന് ശേഷമാണ് അവിടെ പാലം ഉണ്ടാകുന്നത്, പുതിയൊരു പാലം ഉണ്ടാകുന്നത്. ചെറിയൊരു കാര്യമാണോ? കവളങ്ങാട് ടോൾ ബൂത്ത് സ്ഥാപിക്കുമെന്നും അതിനു പിന്നിൽ ഡീൻ കുര്യാക്കോസ് ആണെന്നുമുള്ള LDFന്റെ ആരോപണത്തിനുള്ള മറുപടി ഇങ്ങനെയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാർ ബോഡിമെട്ട് റോഡ് ഉണ്ടാക്കിയത് അവരാണെന്നാണല്ലോ അവകാശപ്പെടുന്നത്. അവിടെ പോയിരിക്കുന്ന ടോൾ ബൂത്ത് അവർ പൊളിച്ചു കളയോ? അപ്പോൾ അവർ വലിയ അവകാശവാദം ഉന്നയിക്കുന്ന ബോഡിമെട്ട് മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാത വികസനത്തിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ടോൾ ബൂത്ത് പൊളിച്ചു കളഞ്ഞിട്ട് വരാൻ പറ അവരോട് ആദ്യം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.